എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ മനസ്സറിയുക എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. ആ വ്യക്തിയുടെ മനസ്സ് നമുക്ക് കൃത്യമായി അറിയാം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മനസ്സ് തിരഞ്ഞെടുക്കുന്ന ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുത്തത് ആദ്യത്തെ ഹൃദയചിഹ്നമാണ്. ഒരുപാട് ചെറിയ ചെറിയ ഹൃദയചിഹ്നങ്ങൾ പടർന്ന് വരുന്ന ആ ഹൃദയചിഹ്നമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. അവരുടെ മനസ്സ് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാൻ കഴിയും. നിങ്ങളുടെ വ്യക്തി ഒരുപാട് നാളായി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഒരുപാട് കാലങ്ങളായി പെട്ടെന്ന് തോന്നിയൊരു ഇഷ്ടമല്ല. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങിയിട്ട് കുറേ കാലമായി. നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടും നിങ്ങളെ മനസ്സിൽ വച്ച് ആരാധിക്കാൻ തുടങ്ങിയിട്ടും കുറേ കാലമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി വലിയ നിർണായക സ്ഥാനമുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കരുതുന്നതിനേക്കാൾ മുമ്പേ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇടം പിടിച്ചിട്ട് നാളുകൾ കുറേയായി. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കുള്ള സ്ഥാനവും അതനുസരിച്ച് ബൃഹത്തായി മാറിയിരിക്കുന്നു. വലിയ സ്ഥാനം നിങ്ങൾക്ക് ആ വ്യക്തി നൽകിയിരിക്കുന്നു. പലപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളുടേതായ ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തയില്ലെങ്കിൽ ആ വ്യക്തി ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വ്യക്തി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഊണിലും ഉറക്കിലും എപ്പോഴും എല്ലായിടത്തും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതിനെ എല്ലാം ഉപരിയായിട്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോ പ്രതിസന്ധിയേക്കാളും ഓരോ നേട്ടങ്ങളെക്കാളും ഒക്കെ വലുത് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നതോ സ്നേഹിക്കുന്നതോ മറ്റാരെങ്കിലും അടുത്ത് ഇടപഴകുന്നതോ പോലും യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. ആ വ്യക്തി അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പലപ്പോഴും നിങ്ങളോടത് മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോഴും ആ വ്യക്തിയെ തന്നെ സ്നേഹിക്കാനാണ്. നിങ്ങളില്ലാത്ത ഒരു ദിനം പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യവുമില്ല. ഓരോ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ചിന്ത കൊണ്ടാണ്. നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തിക്കൊന്നും വേണ്ട. ഈ ലോകത്ത് ആ വ്യക്തി ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ തോന്നും, ആ വ്യക്തിക്ക് ഞാനല്ലാതെ പല കാര്യങ്ങളുമില്ലേ, പല ഘടകങ്ങളുമില്ലേ എന്ന് ചോദിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നിലവിലെ സ്ഥിതിയിൽ ആ വ്യക്തി നിങ്ങളെ കാണുകയാണ്. നിങ്ങളല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റൊന്നിനെക്കുറിച്ച് പറയുവാനോ ഒന്നും ആ വ്യക്തി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ്. നിങ്ങൾക്കൊപ്പം ജീവിച്ച് നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് നിങ്ങൾക്കൊപ്പം നിലകൊണ്ട് പോകാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. എത്രയെത്ര കാലഘട്ടങ്ങൾ കടന്നുപോയാലും എത്രയെത്ര സമയങ്ങൾ കടന്നുപോയാലും നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ജീവിതം. നിങ്ങളുടെ ജീവിതത്തിലൊരു ചെറിയ ദുഃഖം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്ഥാനമില്ലെന്നറിഞ്ഞാൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് അത് വലിയൊരു ഷോക്കായിട്ട് മാറും. നിങ്ങൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ആ വ്യക്തിയെ മാത്രമാകണമെന്ന്, ആ വ്യക്തിയെ തന്നെ ആകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാം കടന്ന് ജീവിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഹൃദയചിഹ്നം ഉറച്ച ഹൃദയത്തിനുടമയാണ്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹവും ഉറച്ചതാണ്. ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ആരൊക്കെ എന്തിനെയൊക്കെ പറ്റി പറഞ്ഞാലും നിങ്ങൾക്ക് ആ വ്യക്തിയോടും ആ വ്യക്തിക്ക് നിങ്ങൾക്കുള്ള സ്നേഹം ഒട്ടും മാറ്റമില്ലാതെ തുടരും. ആ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമില്ല. അവരെപ്പോഴും ആ വ്യക്തിയോട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ വ്യക്തി സ്വീകരിക്കുന്നതേ ഇല്ല. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ് എപ്പോഴും ഉള്ളത്. നിങ്ങളെ കൂടാതെ നിങ്ങളെ മറികടന്നുകൊണ്ട് ഒന്നിനെക്കുറിച്ച് പറയുവാനോ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നും നിങ്ങളൊപ്പം ഉണ്ടാകണമെന്നും നിങ്ങളുടെ സ്നേഹം വേണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു.
മാത്രമല്ല നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിങ്ങളെയും ആ വ്യക്തിയെയും രണ്ടാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആ അത്തരം ആളുകൾ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ ഒഴിവാക്കണം, നിങ്ങളെ സ്വീകരിക്കേണ്ട, നിങ്ങൾ ശരിയല്ല, നിങ്ങൾ നല്ല നിലപാട് ആയിട്ട് പോകുന്നൊരു വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെയും ആ വ്യക്തിയെ അകറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് നിരന്തരമായ ശ്രമങ്ങളും വളരെ ശക്തമായ രീതിയിലുള്ള ശ്രമങ്ങളുമാണ്. പക്ഷെ അത്തരം ശ്രമങ്ങളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുകയും നിങ്ങളിൽ മാത്രം നിലപാടെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം തോന്നിയപ്പോൾ തന്നെ അത്തരം ആളുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. അവരുടെ ശ്രമങ്ങളൊന്നും എന്നെന്നും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയ്ക്ക് ശേഷം നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് വലിയ ശക്തിയാണുള്ളത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട്, ഏത് പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയുടെ ആ ശക്തമായ മനസ്സ് നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ വലിയ തരത്തിലുള്ളൊരു ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്ത് ശ്രമങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളെയും വേർപിരിക്കാനായിട്ട് ആർക്കും കഴിയില്ല. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫലവും. എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താലും, എത്രയെത്ര പ്രശ്നങ്ങൾ തരണം ചെയ്താലും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റി നിർത്താനായിട്ട് ആർക്കും സാധിക്കില്ല. നിങ്ങളുടെ പരസ്പര വിശ്വാസവും നിങ്ങൾ പരസ്പരം ജീവിച്ച് പോകുന്ന നിലപാടുകളും നിങ്ങളെയും ആ വ്യക്തിയെയും എപ്പോഴും ദൃഢമായി നിർത്തുകയും മികച്ച ഒരു ജീവിതം നിങ്ങൾക്കും ആ വ്യക്തിക്കും പ്രദാനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്നുവെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആ പ്രശ്നങ്ങളെ തച്ചുടച്ചുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾക്കും ആ വ്യക്തിയുമായി മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ തകരുന്ന ബന്ധമായിരുന്നെങ്കിൽ ഈ ബന്ധം പണ്ടേ തകരുമായിരുന്നു. ഒരുപാട് ആളുകൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത് അത്തരം നിരന്തര ശ്രമങ്ങളെല്ലാം നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയത്തെ, ഇഷ്ടത്തെ ദൃഢപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ സ്നേഹത്തെ. ആ വ്യക്തിക്ക് നിങ്ങളോട് അധികം ദൃഢമായ സ്നേഹം മുൻപുണ്ടായിരുന്നില്ല. പക്ഷേ ചില ആളുകൾ നിങ്ങളെ അടിച്ചിരുത്താനും നിങ്ങളെ തകർക്കാനും ഒക്കെ ശ്രമിക്കുന്നത് നേരെ കണ്ട് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് പോലും ഒരു അനുകമ്പ, സ്നേഹം തോന്നി. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്നുള്ള ചിന്തയും ആ വ്യക്തിക്കുണ്ടായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.